മാധ്യമങ്ങൾക്കെല്ലാം ഇപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വ ശേഷിയെ കുറിച്ചൊരു പരാതി പറയുന്ന ഒരു ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്തെല്ലാം ഇതിപ്പം കോൺഗ്രസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ പ്രശ്നമല്ലത്, ഇന്ത്യൻ ജനത മുഴുവൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ രീതിയിലും അടിച്ചമർത്തപ്പെടുകയാണ്, എല്ലാ രീതിയിലും സ്വേച്ഛാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, കോടതികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല, ഇലക്ഷൻ കമ്മീഷന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ചണ്ഡീഗഡിലെ ഇലക്ഷനെ ഒരു നാണവുമില്ലാതെ അട്ടിമറിച്ചവരാണത്. ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നാമ്പുറ രഹസ്യങ്ങൾ വന്നപ്പോഴത്തേക്കും എല്ലാവിധ കോർപ്പറേറ്റുകളിലും ഇ ഡി റെയ്ഡുകൾ നടത്തി അവരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത് നടത്തിയേക്കുന്നത്. ഇതിനെല്ലാം എതിരെ ജനം പ്രതികരിച്ചില്ല. അതിനു പകരം നമ്മളും അതേപോലെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യത്തിൽ എന്താണ് ബാക്കിയുള്ളത്? എന്താണ് അവശേഷിക്കുന്നത്? ഈ നമ്മളൊരു എന്താ പറയുന്നത്, എല്ലാം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിനെ പോലെ കാണരുത്. ഒരു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മൂല്യങ്ങൾ നിലനിന്നേ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിന് ദേശീയ തലത്തിൽ നേതൃത്വ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കോൺഗ്രസിനെ എല്ലാ വിധത്തിലും ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 39% വോട്ട് നേടിയവര് ഒരു രാജ്യത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കാനായിട്ടാണ് നോക്കുന്നത്. അതിനെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് അവർ ഈ രാജ്യത്തെ ജനാധിപത്യത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതിനെ തിരിച്ചറിയാനായിട്ട് ജനത അല്ലെങ്കിൽ മീഡിയ സ്ഥാപനങ്ങൾ അതിനുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അതിന് പകരം നേരെ മറിച്ച് കോൺഗ്രസിനെ കുറ്റം പറയാനാണ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് കോൺഗ്രസ് BJP പോലെ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ടൊരു ജനതയോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്, അവരെ ചതിക്കുന്നതിന് തുല്യമാണ്. അതല്ല അതിനുള്ള ഉത്തരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനതയെ ഇതിന് മുഴുവൻ അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സമരമുറകളിൽ കൊണ്ടുവന്നുകൊണ്ട് ഈ സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ കൂടിയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഉള്ള എല്ലാ പ്രവൃത്തിയും BJP നടത്തുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരു ഏകോപിപ്പിച്ച് ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു സമരം, പ്രക്ഷോഭം, അതിനനുസരിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പ് വിധിയുമാണ് ഉണ്ടാവേണ്ടത്. ഇതിൽ നമ്മൾ ഈ BJP ഇങ്ങനെയെല്ലാം നടത്തുന്ന സമയത്ത് നമ്മൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണ ജനങ്ങൾ മുഴുവൻ വിലക്കയറ്റത്തിന്റെ പരമാവധി ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇതിനെ ഒന്നും ആരും കൊണ്ടുവരുന്നില്ല. അതിനെ കുറെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് രാഷ്ട്രീയ ശ്രദ്ധ അതിലോട്ട് മാറ്റും. നേരെ മറിച്ച് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്തെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ, നമ്മൾ GDPയോ വലിയ കാര്യങ്ങളോ ഒന്നും പറയണ്ട. നമ്മൾ മേടിക്കുന്ന പാലിന് 35 രൂപ 2014 വിലയുള്ള പാലിന് ഇന്ന് 70 രൂപ കൊടുക്കണം. ഇതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല. 2012-14 290 രൂപയും 400 രൂപയുടെ ഇടയ്ക്ക് നിന്ന ഗ്യാസ് കുറ്റിക്ക് അത്രയും വില ഉണ്ടായിരുന്നപ്പോഴത്തേക്കും സ്മൃതി ഇറാനി മാറത്തടിച്ചുകൊണ്ട് ഡൽഹിയിൽ വളരെ വലിയൊരു ഡ്രാമ കളിക്കുകയുണ്ടായി. ഇന്നിപ്പോ സ്മൃതി ഇറാനിക്ക് ഗ്യാസിന്റെ വില കയറിയത് 900 തൊട്ട് 1200 രൂപ വരെ കയറിയത് അറിയാൻ പറ്റുന്നില്ലേ? ബോധപൂർവം കണ്ടടയ്ക്കലല്ലേ? ഇത് ജനതയെ പറ്റിക്കലല്ലേ? 15 ലക്ഷം രൂപ ബ്ലാക്ക് മണി കണ്ടുപിടിച്ചുകൊണ്ട് എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ പോയി ബ്ലാക്ക് മണി? എവിടെ പോയി അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം? ഇതെല്ലാം ആരെയാ പറ്റിക്കുന്നത്? എന്നിട്ട് വേറെ കുറെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ജനത മുഴുവൻ BJPയുടെ ഒപ്പമാണെന്ന് പറയും. ഇതെല്ലാം പേടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളില്ലാത്ത പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അവിടെ നിന്ന് ഒരാളും ഇല്ലാത്തടത്തോട് കൈ കാണിച്ചുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ഇതെല്ലാം ശബ്ദമുയർത്താനായിട്ട് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി 16,000 കിലോമീറ്റർ. വേറെ ഒരു നേതാവും ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിലുള്ള ഒരു നേതാവ് പോലും ജനതയെ തൊട്ടറിഞ്ഞിട്ടുള്ളൊരു സമീപനം നടത്തിയിട്ടില്ല. രണ്ടാമത്തെ യാത്രയെ നടക്കുന്നു. പേരെടുത്ത് പറയാനുള്ള ഒരു നേതാവെങ്കിലും ഉണ്ടോ ഇപ്പൊ അത്രയധികം ജനങ്ങളായിട്ട് ഇടപഴകിയേക്കുന്നത്? മോദി ജനങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യനാണെന്ന് പറയുന്നു. ബുള്ളറ്റ് പ്രൂഫ് കാറിൽ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ ആളില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് തനിയെ പോയിക്കൊണ്ട്, സ്വന്തം പടങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ പണം മുഴുവൻ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചിട്ട് വീണ്ടും ഈ ജനാധിപത്യം അവഹേളിക്കുകയും ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്.